നമസ്കാരം. വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. മലയാള സിനിമയുടെ എല്ലാമായി മാറിയ താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി. ഏത് തരത്തിലുള്ള കഥാപാത്രത്തെയും തനിക്ക് അവതരിപ്പിക്കാനാവുമെന്ന് അദ്ദേഹം ഇതിനകം തന്നെ തെളിയിച്ചതാണ്. എന്തായാലും സിനിമയ്ക്കപ്പുറത്ത് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് മമ്മൂട്ടി എന്ന് അദ്ദേഹം. എന്തായാലും അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് ബിഷപ്പായ മാത്യൂസ് മാർ സെവേറിയസിൻ്റെ പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പുറമെ ഗൗരവ പ്രകൃതക്കാരനായി തോന്നുമെങ്കിലും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ അത് മാറും എന്നായിരുന്നു ആരാധകരുടെയും അതുപോലെ തന്നെ താരങ്ങളും നേരത്തെ വ്യക്തമാക്കിയത്. മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാനായി കാത്തിരുന്ന താരങ്ങളും ഇതേ അഭിപ്രായമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്തായാലും കൈനിറയെ സിനിമകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താരത്തെ വിമർശിച്ചവർ പോലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയിരുന്നു. എന്തായാലും നവാഗത സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ ഏറെ മുന്നിലാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. മമ്മൂട്ടിയെ സാക്ഷി നിർത്തിയായിരുന്നു ബിഷപ്പിൻ്റെ ഒരു പ്രസംഗം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്കപ്പുറത്ത് സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും സജീവമായി ഇടപെടാറുണ്ട് മമ്മൂട്ടി. താരങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട്. ഇത് കൂടാതെയാണ് മെഗാസ്റ്റാർ നേരിട്ട് ഇത്തരം പരിപാടികളിൽ പങ്കുചേരുന്നതും. അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് നേരത്തെ പലരും വാചാലരായതുമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് താരം വാചാലനാവാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മമ്മൂട്ടി എന്നത് കേവലം ഒരു അഭിനേതാവ് മാത്രമല്ല, അദ്ദേഹത്തിലെ നന്മ നിറഞ്ഞ മനുഷ്യനെയും മലയാളി നിരവധി തവണ കണ്ടിട്ടുണ്ട്. സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലും താൻ ക്ലാസ് ആണെന്ന് അദ്ദേഹം തെളിയിച്ച നിരവധി സന്ദർഭങ്ങളുമുണ്ട്. നടനെന്ന പേരിൽ മാത്രം വേറിട്ട് നിർത്തേണ്ട ഒരാളല്ല മമ്മൂട്ടി. താരത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. 25 വർഷങ്ങളായി അദ്ദേഹം ആരും അറിയാതെ നടത്തുന്ന ജീവകാരുണ്യ പദ്ധതികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് മലങ്കര ഓർത്തഡോക്സ് ബിഷപ്പ് മാത്യൂസ് മാർ സെവേറിയസ് തുറന്നു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതിനോടകം തന്നെ ശ്രദ്ധേയമായിട്ടുണ്ട്. മമ്മൂട്ടി ഫാൻസുകാരൊക്കെ അത് ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. 25 ലക്ഷം രൂപ കൊണ്ടായിരുന്നു 25 വർഷം മുമ്പ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നൊരു സംഘടന രൂപീകരിച്ചത്. തിയേറ്ററുകളിലെത്തി സിനിമ വിജയിക്കുന്നതിൻ്റെ കണ്ണീരൊപ്പാൻ ഒരു കൈത്താങ് എന്ന തരത്തിലായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്. വിവിധ ഘട്ടങ്ങളിലായി നിരവധി പേർക്കാണ് ശസ്ത്രക്രിയയ്ക്കും അതുപോലെ മറ്റുമായി പണം നൽകിയത്. മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ 10ലധികം ജീവകാരുണ്യ പദ്ധതികളാണ് നടത്തിയിട്ടുള്ളത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളാൽ വലയുന്നവർക്ക് കൈത്താങ്ങായി ഹൃദയസ്പർശം എന്ന പേരിൽ 673 കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ 170-ലേറെ മുതിർന്നവർക്കും സൗജന്യമായി ഓപ്പറേഷൻ നടത്തിക്കൊടുത്തു അദ്ദേഹം. ജീവന്റെ നിലനിൽപ്പിന് മാത്രമല്ല, ജീവിതങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു. വിദ്യാമൃതം എന്ന പദ്ധതിയിലൂടെയും പൂർവികം എന്ന ആശയത്തിലൂടെയും ആദിവാസികൾ അടക്കമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സഹായവും അദ്ദേഹം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ എഞ്ചിനീയറിങ്ങും നഴ്സിംഗും അടക്കം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ മികച്ച തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുകയാണ്. പിന്നീട് ഇത്തരം പദ്ധതികളെല്ലാം കെയർ ആൻഡ് ഷെയർ എന്ന ഒരു കൂട്ടായ്മയുടെ കീഴിലെത്തിച്ച് സജീവമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറയുന്നു. 67ൻ്റെ ചെറുപ്പവുമായി സിനിമയിൽ തുടരുകയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ രഹസ്യത്തെക്കുറിച്ച് ചോദിക്കാത്തവർ വളരെ വിരളമാണ്. പങ്കെടുക്കുന്ന ചടങ്ങുകളിലെല്ലാം അദ്ദേഹം താരമായി മാറാറുമുണ്ട്. എത്ര തിരക്കായാലും ഏത് ബിഗ് ബജറ്റ് സിനിമയുടെ ചിത്രീകരണത്തിനിടയിലായാലും ഒരിക്കൽ പോലും മമ്മൂട്ടി നിസ്കാരം മുടക്കാറില്ല. ആ ഒരു വിശ്വാസത്തിൻ്റെ കരുത്താണ് അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് ബിഷപ്പ് പറയുമ്പോൾ വേദിയിലിരുന്ന മമ്മൂട്ടിയും എന്തായാലും പുഞ്ചിരിക്കുക തന്നെയായിരുന്നു. ഇപ്പോൾ മധുരരാജയുടെ ലുക്കിലായിരുന്നു മമ്മൂട്ടി ഒരു ചടങ്ങിനെത്തിയത്. രമേഷ് പിഷാരടിയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ മമ്മൂട്ടി ആരാധകരും അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകരും ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, കാണാൻ സാധിക്കും. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.